വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡ് ന്യൂ SCERT സെക്കൻഡ് ചാപ്റ്റർ ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഓൾഡ് SCERTയിലും 9th സ്റ്റാൻഡേർഡിൽ തന്നെ ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതിലെ സെയിം കണ്ടന്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. കുറച്ചുകൂടി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കൂടുതൽ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ബൈ ഹാർട്ട് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുള്ളത്. കൂടുതൽ നമുക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപകാരപ്പെടും. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഒരു കുട്ടി അച്ഛനോട് ഡൗട്ട് ചോദിക്കുകയാണ്. എന്താണ്? ഒരു ട്രെയിൻ പാളത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനെ ചൂണ്ടിക്കൊണ്ടാണ് കുട്ടി ഡൗട്ട് ചോദിക്കുന്നത്. ഈ ട്രെയിൻ പാലം മുഴുവനായും കടന്നു പോകാൻ എടുക്കുന്ന സമയം കണക്കാക്കാനാകുമോ? അപ്പോൾ മറുപടി പറയുന്നത് എന്താണ്? അത് കൃത്യമായി കണക്കാക്കാനായിട്ട് കഴിയും. പക്ഷേ അതിന് ചലനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചുള്ള ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെയുള്ള മറ്റൊരു എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുകയാണ്. ഇനി ഈ ഒരു എക്സാമ്പിളിനെ കുറിച്ച് കുറച്ചുകൂടി കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുള്ളത് നോക്കാം. ABCD എന്നിവ റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന 4 ഇലക്ട്രിക് പോളുകളാണ്. 2 പോളുകൾ തമ്മിലുള്ള അകലം 40 മീറ്റർ വീതമാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. പോൾ ബിയുടെ ചുവട്ടിൽ നിന്ന്, ഇതാണല്ലോ ബിയുടെ ചുവട്ടിൽ നിന്ന് ഒരു കുട്ടി സിയും കടന്ന് ഡിയിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കുട്ടി മൊത്തം എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ആലോചിച്ച് നോക്കിയേ. ബിയിൽ നിന്ന് സിയിലെത്തിയപ്പോൾ 40, സിയിൽ നിന്ന് ഡിയിലെത്തിയപ്പോൾ വീണ്ടും 40, അപ്പോൾ 80 ആയല്ലോ. ഇനി എന്താണ് അതിനുശേഷം ആ കുട്ടി എന്താ ചെയ്തത്? അതിനുശേഷം ഡിയിൽ നിന്ന് തിരിച്ച് സി എന്ന പോളിലേക്ക് എത്തി. ഡിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ വീണ്ടും ഒരു 40 മീറ്റർ യാത്ര ചെയ്തുല്ലോ. അപ്പോൾ 120 മീറ്റർ ആയി അല്ലേ? അപ്പോൾ കുട്ടി ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 120 മീറ്റർ ആണല്ലോ. ഇനി കുട്ടിയുടെ ആദ്യ സ്ഥാനമായിട്ടുള്ള ബിയും ഇപ്പോഴത്തെ സ്ഥാനമായിട്ടുള്ള സി, കുട്ടി ഡിയിൽ പോയിട്ട് സിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇപ്പോൾ കുട്ടി നിലവിൽ എവിടെയാണ്? സിയിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥാനമായിട്ടുള്ള സിയും തമ്മിലുള്ള അകലം എത്രയാണ്? 40 മീറ്റർ അല്ലേ? ബിയും സിയും തമ്മിലുള്ള അകലം 40 മീറ്റർ ആണ്. ഓക്കെ, ഇനി ബിയിൽ നിന്ന് 40 മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കുട്ടിയുടെ സ്ഥാനം എവിടെയെല്ലാം ആകാം? ഓക്കെ, ബിയിൽ നിന്ന് 40 മീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ സിയിലും ആകാം, അതുപോലെ തന്നെ എയിലും ആകാം. 2 സ്ഥലത്തേക്കും തുല്യ ദൂരമാണ്. ഓക്കെ, ഇനി ബിയിൽ നിന്ന് 40 മീറ്റർ ദൂരം ഏത് ദിശയിൽ യാത്ര ചെയ്താൽ സിയിലെത്തും? നോക്കിയോ, ബിയിൽ നിന്ന് ഏത് ദിശയിൽ 40 മീറ്റർ സഞ്ചരിച്ചാലാണ് സിയിലെത്തുക എന്നാണ്. ഇവിടെ നമുക്ക് ദിശ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബി ഇതാണെങ്കിൽ ബിയിൽ നിന്ന് ഇങ്ങോട്ട് വേണം സഞ്ചരിച്ച് സിയിലെത്താൻ. അപ്പോൾ ഈ ദിശ എന്ന് പറയുന്നത് ഏതാണ്? കിഴക്കാണ്. ഓക്കെ, കിഴക്ക് ദിശ. അപ്പോൾ കിഴക്ക് ദിശയിലാണ് കുട്ടി സഞ്ചരിച്ച് എവിടെ എത്തേണ്ടത്? സിയിലെത്തേണ്ടത്. ഓക്കെ, ബിയിൽ നിന്ന് സിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അത് കിഴക്ക് ദിശയാണ്. ഇനി അടുത്തത്, കുട്ടിയുടെ ആദ്യ സ്ഥാനമായ ബിയും ഇപ്പോഴത്തെ സ്ഥാനമായ സിയും തമ്മിലുള്ള അകലമാണല്ലോ കുട്ടിയുടെ സ്ഥാനമാറ്റത്തിൻ്റെ അളവ് അല്ലേ? ബിയിൽ നിന്ന് ഇപ്പോഴത്തെ സ്ഥാനമായ സി, ബിയും സിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. ഓക്കെ, തമ്മിലുള്ള അകലമാണ് കുട്ടിയുടെ സ്ഥാനമാറ്റത്തിൻ്റെ അളവ്. ബിയിൽ നിന്ന് 40 മീറ്റർ കിഴക്ക് ദിശയിൽ യാത്ര ചെയ്താൽ കുട്ടിക്ക് സിയിൽ എത്താൻ കഴിയും, അത് നമ്മൾ പറഞ്ഞു. അതിനാൽ ബിയിൽ നിന്നും സിയിലേക്ക് കിഴക്ക് ദിശയിൽ 40 മീറ്റർ എന്നാണ് കുട്ടിയുടെ ഈ സന്ദർഭത്തിലെ സ്ഥാനാന്തരം. സ്ഥാനാന്തരം പറയുമ്പോൾ അപ്പോൾ എന്താണ്? ദിശ കൂടി ചേർത്ത് പറയണം. ദിശ കൂടി ചേർത്താണ് സ്ഥാനാന്തരം നമ്മൾ പറയേണ്ടത്. സ്ഥാനാന്തരത്തിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം 2 സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രസ്താവിക്കുന്ന രീതി അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന അതിനെയാണ് സ്ഥാനാന്തരം എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 2 സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപാദിക്കുന്നതാണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തിനെ എസ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ദൂരത്തിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ തന്നെയാണ് സ്ഥാനാന്തരത്തിൻ്റെയും മീറ്റർ. നമ്മൾ പറഞ്ഞു ദിശ ചേർത്താണ് സ്ഥാനാന്തരം പ്രസ്താവിക്കുന്നതെന്ന്. ദിശ ചേർത്ത് പറയുന്ന അളവുകളെയാണ് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, സദിശ അളവുകൾക്ക് അളവും ദിശയും ഉണ്ടാകും. ഇപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പറഞ്ഞ എക്സാമ്പിളാണ് 10 മീറ്റർ ഓടി. അതെന്താണ്? 10 മീറ്റർ ഓടി എന്ന് പറയുമ്പോൾ അത് ദൂരമാണ്.
എന്നാൽ ഞാൻ പറയുകയാണ് 10 മീറ്റർ വടക്കോട്ട് ഓടി. അപ്പോൾ ഇവിടെ എന്താണ്, ദിശയും പറയുന്നുണ്ട്, ആ ഒരു യൂണിറ്റ് ചേർത്ത് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതവിടെ എന്തായി, അത് സ്ഥാനാന്തരമാണ്. ക്ലിയർ ആയോ? അപ്പോൾ ദിശ ചേർത്ത് പറയുന്ന അളവുകൾ, ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപാദിക്കുന്ന നേർരേഖ അകലമാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അളവിനോടൊപ്പം ദിശ ചേർത്ത് പ്രതിപാദിക്കേണ്ട അളവുകളെ സദിശ അളവുകളെന്നും അതുപോലെ ദിശ ചേർത്ത് പറയേണ്ടാത്ത അളവുകളെ അദിശ അളവുകൾ എന്നുമാണ് പറയുന്നത്. അപ്പോൾ ദൂരം എന്നത് ഒരു അദിശ അളവാണ്, നമ്മൾ ദിശ ചേർത്തല്ലല്ലോ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയെങ്കിൽ സ്ഥാനാന്തരം സദിശമാണോ അദിശമാണോ? നമ്മൾ പറഞ്ഞു സദിശമാണ്. എന്താണ്, ദിശ ചേർത്താണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ബിയിൽ നിന്ന് മുന്നോട്ട് കിഴക്കോട്ട് ദിശയിലേക്കുള്ള സ്ഥാനാന്തരത്തെ പോസിറ്റീവായിട്ട് പരിഗണിക്കാം. അപ്പോൾ ബിയിൽ നിൽക്കുന്ന കുട്ടി 40 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് സിയിലെത്തി. ഇനി ഓക്കെ, ബിയിൽ നിൽക്കുന്ന കുട്ടി 40 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് സിയിലെത്തി എന്ന് പറയുന്നു. അപ്പോൾ എ എന്ന പോയിന്റിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, ബിയിൽ നിന്ന് മുന്നോട്ട് കിഴക്ക് ദിശയിലുള്ള സ്ഥാനാന്തരം പോസിറ്റീവായി പരിഗണിക്കുകയാണെങ്കിൽ പിറകിലേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ഈ ഒരു 40 മീറ്ററിനെ നമുക്ക് എന്തായാലും നെഗറ്റീവായിട്ടും പരിഗണിക്കാം. ഓക്കെ, തിരിച്ചു വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ബി ടു സി എന്നുള്ളത് നെഗറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ എ ടു ബി എന്നുള്ളത് പോസിറ്റീവായിട്ട് എടുക്കാം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ബിയിൽ നിന്ന് മുന്നോട്ട് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്കുള്ള സ്ഥാനാന്തരം പോസിറ്റീവായി പരിഗണിക്കുകയാണെങ്കിൽ പിറകിലേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലേക്കുള്ള സ്ഥാനാന്തരം നെഗറ്റീവായും പരിഗണിക്കാം. അവയെ നമുക്ക് തിരിച്ചും പരിഗണിക്കെടുക്കാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ എന്താണ്, അങ്ങനെ ഏത് ദിശയാണോ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത്, അപ്പോൾ തുടർന്നുള്ള അതിൻ്റെ ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഫുള്ളി കൺസിഡർ ചെയ്യുമ്പോൾ ആ ദിശയെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം, പിന്നെ അതിനെ മാറ്റരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കിവിടെ ടേബിൾ നോക്കാം. സഞ്ചാരപാതയുടെ ഘട്ടങ്ങളാണ്. ബിയിൽ നിന്ന് സി വരെ നേരിട്ട് 40 മീറ്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ സ്ഥാനാന്തരം എങ്ങനെ എഴുതാം? 40 മീറ്റർ കിഴക്കോട്ട് അല്ലേ. 40 മീറ്റർ കിഴക്ക് എന്ന് പറയുമ്പോൾ എന്തായി, സ്ഥാനാന്തരമായി അല്ലേ. ഇങ്ങനെ കിഴക്കല്ലേ ഇവിടെ നമുക്ക് ദിശ വന്നിരിക്കുന്നത്. 40 മീറ്റർ കിഴക്ക്, കണ്ടോ ഇവിടെ തന്നിട്ടില്ലേ ദിശ. അപ്പോൾ 40 മീറ്റർ കിഴക്ക് എന്ന് നമുക്കിവിടെ പറയാം. ഓക്കെ, ഇനി അടുത്തത്, ബിയിൽ നിന്ന് പുറപ്പെട്ട് ഡിയിലെത്തി തിരികെ സിയിലെത്തുമ്പോൾ എങ്ങനെയായിരുന്നു? ബിയിൽ നിന്ന് പുറപ്പെട്ട് സിയിലെത്തി പിന്നീടാണ് ഡിയിലെത്തിയത്. അപ്പോൾ ഇവിടെ ഒരു 40 വന്നു, ഇവിടെ ഒരു 40 വന്നു, അപ്പോൾ ടോട്ടൽ 80 ആയി. ഇനി ഈ ഡിയിൽ നിന്ന് വീണ്ടും തിരിച്ചെവിടെത്തി? സിയിലെത്തി, വീണ്ടും ഇവിടെ ഒരു 40 വന്നില്ലേ. അപ്പോൾ ടോട്ടൽ എത്ര മീറ്റർ ആയി? 120 മീറ്റർ ആയി അല്ലേ, 120 മീറ്റർ. അപ്പോൾ സ്ഥാനാന്തരം പക്ഷേ എത്രയായിട്ടുള്ളൂ? ബിയിൽ നിന്ന് പോയ കുട്ടി ഇവിടെ സിയിലെത്തിയപ്പോൾ 40 ആയി. പിന്നെ ആ കുട്ടി സിയിൽ നിന്ന് ഡിയിലേക്ക് എത്തി, വീണ്ടും ഒരു 40 ആയി. പിന്നീട് ആ കുട്ടി തിരിച്ചും എവിടെ എത്തിയിട്ടുണ്ട്? തിരിച്ച് സിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് വന്ന സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ആദ്യ സ്ഥാനം ബി ആയിരുന്നു. ഇപ്പോൾ കുട്ടി നിലവിൽ നിൽക്കുന്നത് സി എന്ന പോയിന്റിലാണ്. അതായത് കുട്ടിക്കുണ്ടായ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 40 മീറ്റർ ആണ് അല്ലേ. 40 മീറ്റർ ആണ് കുട്ടിക്കുണ്ടായിട്ടുള്ള സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 40 മീറ്റർ ബിയിൽ നിന്ന് സിയിലേക്കാണ് സ്ഥാനാന്തരം ഉണ്ടായത്. അപ്പോൾ സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നുള്ളൂ, ബാക്കി ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ ചാപ്റ്ററിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, അതുകൊണ്ടാണ് അവിടെ വെച്ച് അവസാനിപ്പിച്ചത്. ഇനി ഇവിടെ നോക്കിയേ, ഒരു കുട്ടി പി എന്ന സ്ഥാനത്ത് നിന്ന് ക്യൂ വഴി സഞ്ചരിച്ച്, ഈ സെയിം കാര്യം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. പി എന്ന പോയിന്റിൽ നിന്ന് ക്യൂ എന്ന പോയിന്റിലൂടെ സഞ്ചരിച്ച് ആറിലെത്തി. ടോട്ടൽ ആ കുട്ടി എത്ര ദൂരം സഞ്ചരിച്ചു? 60 + 40 ആണല്ലേ. അപ്പോൾ എത്രയാണ് ആദ്യം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്? 100 മീറ്റർ ആണ്. ആ കുട്ടിക്കുണ്ടായ സ്ഥാനാന്തരം എവിടെയാണ്? പി എന്ന പോയിന്റിൽ നിന്ന് ആർ എന്ന പോയിന്റിലേക്കുള്ള നേർരേഖാ ദൂരമാണ് ഇവിടെ സ്ഥാനാന്തരമായി നമ്മൾ പരിഗണിക്കുന്നത്. ആ സ്ഥാനാന്തരം എത്രയാണ്? 80 ആണല്ലേ, 80 മീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ആ കുട്ടി സഞ്ചരിച്ചത് ഒരു നേർരേഖയിലാണ്. രണ്ടാമത്തെ ചിത്രം നോക്കുക. അപ്പോൾ അവിടെ ഈ കുട്ടി സഞ്ചരിച്ചത് എ എന്ന പോയിന്റ് മുതൽ എസ് വരെയുള്ള പോയിന്റിലേക്ക് ഒരു നേർരേഖയിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയുടെ സ്ഥാനാന്തരവും അതുപോലെ ആ കുട്ടി സഞ്ചരിച്ച ദൂരവും തുല്യമായിട്ടാണ് വന്നിട്ടുള്ളത്, ആണല്ലോ. എത്രയാണ്? 100 മീറ്റർ ആണ് സ്ഥാനാന്തരവും അതുപോലെ തന്നെ സഞ്ചരിച്ച ദൂരവും. അപ്പോൾ ഏത് കേസിലാണ് സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും ഒരേ അളവിൽ വന്നത്? അതായത് ഒരു വസ്തു നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിൻ്റെയും സഞ്ചരിച്ച ദൂരത്തിൻ്റെയും മൂല്യം തുല്യമാകുന്നത്. മനസ്സിലായോ?
ഒരു വസ്തു നേർരേഖാപാതയിലൂടെ ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നുണ്ടോ? ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ വരുന്ന കേസിൽ മാത്രമാണ് ദൂരവും സ്ഥാനാന്തരത്തിൻ്റെയും വാല്യൂ തുല്യമാകുന്നത്. ഓക്കെ, ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തിനെയാണ് ദൂരം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കുട്ടി സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് പി എന്ന പോയിന്റിൽ നിന്ന് ആർ എന്ന പോയിന്റിലേക്ക് ഇങ്ങനെ വളഞ്ഞാണ് പോയത്. മൊത്തം 100 മീറ്റർ സഞ്ചരിച്ചു. പക്ഷെ ആ കുട്ടിക്കുണ്ടായ സ്ഥാനാന്തരം എന്താണ്? നേർരേഖാപാതയിലൂടെ ആ കുട്ടി സഞ്ചരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള സ്ഥാനാന്തരം അല്ലെങ്കിൽ സ്ഥാനമാറ്റം, അതാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. സ്ഥാനാന്തരം പൂജ്യവുമാകാം, പക്ഷെ സഞ്ചരിച്ച ദൂരം 0 ആയാൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയാൻ പറ്റുമോ? സഞ്ചരിച്ചിട്ടുണ്ടോ അവിടെ ആ വസ്തു? ഇല്ല. അപ്പോൾ ഇവിടെ 0 ആവാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സഞ്ചരിച്ച ദൂരം ഒരിക്കലും 0 ആവാനായിട്ട് ഈ ദൂരത്തിൻ്റെ കേസിൽ സാധിക്കില്ല എന്നുള്ളത് ഓർക്കുക. ഓക്കെ, പിന്നെ ദൂരം എന്ന് പറയുന്നത് അദിശമാണ്, സ്ഥാനാന്തരം എന്ന് പറയുന്നത് സദിശമാണ്. ഓക്കെ, പിന്നെ ഇതെന്താണ്? സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ നേർരേഖ ചലനമാണ്, നേർരേഖ. ഓക്കെ, തന്നിട്ടുള്ള ഒരു ചിത്രം നോക്കുക. ഈ ചിത്രത്തിൽ ഒരു കുട്ടി സഞ്ചരിക്കുകയാണ്. പി എന്ന പോയിന്റിൽ നിൽക്കുന്ന കുട്ടി ആർ എന്ന പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ക്യൂ എന്ന പോയിന്റിലൂടെ പോയിട്ട് ആറിലേക്ക് എത്താണ്. അതായത് കുട്ടി അവിടെ സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 50 + 40 ആണല്ലോ. അതായത് 90 മീറ്റർ ആണ് കുട്ടി സഞ്ചരിച്ച ദൂരം. നമ്മളിവിടെ പഠിക്കുന്നത് പ്രവേഗത്തെക്കുറിച്ചാണ്. പ്രവേഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കിവിടെ എന്താവശ്യമില്ല? ഈ കുട്ടി സഞ്ചരിച്ച ദൂരമല്ല ആവശ്യം. പകരം എന്താണ് ആവശ്യം? ആ കുട്ടിക്കുണ്ടായ സ്ഥാനാന്തരമാണ് നമ്മൾ നോക്കുന്നത്. കൺസിഡർ ചെയ്യേണ്ടത് സ്ഥാനാന്തരമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു 18 സെക്കൻഡ് കൊണ്ട് അല്ലേ, സമയം എത്രയാണ്? 18 സെക്കൻഡാണ് ആണല്ലോ. ഇവിടെ ഒരു 8 സെക്കൻഡ്, ഇവിടെ ഒരു 10 സെക്കൻഡ്. ഈ 18 സെക്കൻഡ് കൊണ്ട് കുട്ടിക്കുണ്ടായ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 72 മീറ്ററാണ്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. എന്ന് പറയുന്നത് ഒരു സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരത്തിനെയാണ് പ്രവേഗം എന്ന് പറയുന്നത്. ഓക്കെ, പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി നമുക്ക് വി എന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ വി = സ്ഥാനാന്തരം ബൈ സമയം എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻ. വി = സ്ഥാനാന്തരം, വെലോസിറ്റി അല്ലെ, പ്രവേഗം = സ്ഥാനാന്തരം ബൈ സമയം എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, വി = സ്ഥാനാന്തരത്തിന് നമ്മൾ എസ് എന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലേ, സമയത്തിന് ടി. അപ്പോൾ വി = S/T എന്നതാണ് പ്രവേഗം കാണാനുള്ള ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് പ്രവേഗം നമ്മൾ പഠിച്ചു. പ്രവേഗം വി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. സ്ഥാനാന്തരം ബൈ സമയമാണ്. സ്ഥാനാന്തരം ബൈ സമയം. സ്ഥാനാന്തരത്തിൻ്റെ എസ്, ടൈമിന് ടി എന്നത്. അതുപോലെ പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അതുകൊണ്ട് തന്നെ പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ്? പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് എന്നുള്ളതാണ്. മീറ്റർ/സെക്കൻഡ് എന്നാണ് പ്രവേഗത്തിൻ്റെ യൂണിറ്റ്, മീറ്റർ/സെക്കൻഡ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രവേഗം ഒരു സദിശ അളവാണ്. എന്താണ് സദിശ അളവെന്ന് പറയാൻ കാരണം? എന്താണ് നോക്കിയേ, ഇവിടെ നോക്കുക, സ്ഥാനാന്തരം ബൈ സമയം. നമ്മൾ പറഞ്ഞു സ്ഥാനാന്തരം ഒരു സദിശ അളവാണ് ആണല്ലോ. സ്ഥാനാന്തരം സദിശ അളവാണ്, അതിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് പ്രവേഗം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രവേഗവും എന്തായിരിക്കും? ഒരു സദിശ അളവ് തന്നെയായിരിക്കും. ഓക്കെ, സ്ഥാനാന്തരത്തിൻ്റെ ദിശ തന്നെയാണ് പ്രവേഗത്തിൻ്റെയും ദിശ. ഇതിന് യൂണിറ്റ് എന്താണ്? മീറ്റർ/സെക്കൻഡ് ആണ് യൂണിറ്റ്. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിൻ്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. എന്നാൽ പ്രവേഗം കണക്കാക്കാനായിട്ട് പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാൻ എടുത്ത ആകെ സമയം തന്നെയാണ്. മനസ്സിലായോ? ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ അതിൻ്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. അതായത് ഇവിടുത്തെ പിക്ചറിൽ നോക്കിയേ, ഇവിടെ ഈ ഒരു കുട്ടി സഞ്ചരിച്ചത് എങ്ങനെയാണ്? പി എന്ന പോയിന്റിൽ നിന്ന് ക്യൂ എന്ന പോയിന്റിലേക്ക് ആദ്യം വന്നു. ക്യൂ എന്ന പോയിന്റിൽ നിന്ന് ആർ എന്ന പോയിന്റിലേക്ക് സഞ്ചരിച്ചാണ് ഈ കുട്ടി 90 മീറ്റർ സഞ്ചരിച്ചത്. പക്ഷെ നമ്മൾ അതിവിടെ പരിഗണിച്ചോ? ഇല്ല. നമ്മൾ പരിഗണിച്ച എന്താണ്? ഈ ഒരു സ്ഥാനാന്തരമാണ്. 72 മീറ്റർ ഈ കുട്ടി സഞ്ചരിച്ചു. പക്ഷെ അവിടെ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൊത്തത്തിൽ ഈ ഒരു ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം തന്നെയാണ് നമ്മൾ ഇവിടുത്തെ ടി ആയിട്ടും പരിഗണിച്ചത്. ആ ഒരു പോയിന്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനാന്തരം എന്നത് അതിൻ്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. എന്നാൽ പ്രവേഗം കണക്കാക്കാനായിട്ട് പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാനെടുത്ത ആകെ സമയം തന്നെയാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ആദ്യ ഭാഗത്ത് ഒരു കുട്ടി അച്ഛനോട് ട്രെയിനിൻ്റെ കാര്യം ഡൗട്ട് ചോദിക്കാൻ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ആദ്യ ഭാഗം ഏതായിരുന്നു? കണ്ടോ, ഈ ട്രെയിൻ പാലം മുഴുവനായും കടന്നു പോകാനെടുക്കുന്ന സമയം കണക്കാക്കാനാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സമയമാണ്.
അപ്പോൾ ഇവിടെ പറയുന്ന മറുപടി എന്താണ്? അത് കൃത്യമായി കണക്കാക്കാനായിട്ട് കഴിയും, പക്ഷേ അതിൻ്റെ ചലനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ചോദ്യത്തിലോട്ട് വരാം. ഇവിടെ എന്തായിരുന്നു ചോദ്യം? പാഠ ആരംഭത്തിൽ കുട്ടി ഉന്നയിച്ച സംശയം ഇനി പരിഗണിക്കാം. 200 മീറ്റർ ആണ് ട്രെയിനിൻ്റെ നീളം. ഓക്കെ, ട്രെയിനിൻ്റെ നീളം. അതുപോലെ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ പ്രവേഗം. ഈ ട്രെയിൻ 800 മീറ്റർ നീളമുള്ള ഒരു നേർപാലം കടക്കാൻ എത്ര സമയമെടുക്കും? അപ്പോൾ ഇവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഈ പാളത്തിൻ്റെ നീളവും, അതായത് ട്രെയിൻ പാലത്തിൻ്റെ നീളവും അതുപോലെ ട്രെയിനിൻ്റെ നീളവും കൂടി ടോട്ടൽ ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ സ്ഥാനാന്തരം. ഓക്കെ, അപ്പോൾ 800 + 200 ചെയ്യുമ്പോൾ നമുക്ക് 1000 മീറ്റർ എന്ന് കിട്ടും. 1000 മീറ്റർ ആണ് ഇവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. പ്രവേഗം എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡുമാണ് ആണല്ലോ. ഇനി അടുത്തത് സമയം അല്ലേ കണ്ടെത്തേണ്ടത്. സമയം കണ്ടെത്താൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? V = S/T എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വിയും അറിയാം എസ്സും അറിയാം, ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ടിയെ ഇങ്ങോട്ട് കൊണ്ട് വിയെ താഴോട്ടും കൊണ്ടുപോകുന്നു. T = S/V എന്ന ഇക്വേഷനിലേക്ക് എത്തും. എന്നിട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. S 1000 മീറ്റർ ആണ്, V 20 ആണ്. ഇനി എന്ത് ചെയ്യും? ഇതിൻ്റെ യൂണിറ്റ് അങ്ങനെ കിട്ടും. ഈ മീറ്റർ തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാലോ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 50 സെക്കൻഡ് എന്ന് കിട്ടി. പിന്നെ ഇവിടെ സെക്കൻഡ് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, 50 സെക്കൻഡ്. 1000/20 ചെയ്യുമ്പോൾ 50 കിട്ടും. മീറ്ററും ക്യാൻസലായിപ്പോയി, പിന്നെ ഒരു സെക്കൻഡാണ് ഉള്ളത്. ക്ലിയർ ആയല്ലോ? സമയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡാണ്. ക്ലിയറായി ഈ ഭാഗം. ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് വരാം. 25 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ, അപ്പം V നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ്. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം 400 മീറ്റർ ദൂരം സഞ്ചരിച്ചുവെങ്കിൽ അതിനെടുത്ത സമയം കണക്കാക്കുക. 400 മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ്? നേർരേഖയിലാണ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ എസ്സും ഈ 400 തന്നെയല്ലേ. അപ്പോൾ സഞ്ചരിക്കാനെടുത്ത സമയമാണ് കാണേണ്ടത്. സമയം കാണാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. T = S/V എന്ന ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. T = S/V. അപ്പോൾ ഇവിടെ S എത്രയാണ്? S 400 ആണ്. V എത്രയാണ്? 25 ആണ് ആണല്ലോ. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആൻസർ 16 കിട്ടും അല്ലേ. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ 16 സെക്കൻഡ് എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ 16 സെക്കൻഡ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 36 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് 1 മിനിറ്റിലുണ്ടാവുന്ന സ്ഥാനാന്തരം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം V നമുക്കിവിടെ തന്നിട്ടുണ്ട്. V എത്രയാണ്? 36 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് എന്നാണ് സമയം തന്നിട്ടുള്ളത്. 1 മിനിറ്റ് നമുക്ക് സെക്കൻഡിലോട്ടാക്കാലോ. എത്രയാണ്? 60 സെക്കൻഡ് എന്ന് വന്നു. 60 സെക്കൻഡ് ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് S ആണ് നമ്മൾ കാണേണ്ടത് അല്ലേ. ഈ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത് കേട്ടോ. T = S/V എന്ന ഇക്വേഷനാണ് കാണേണ്ടത്. അപ്പോൾ ഇതിനകത്ത് S അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. S കാണാൻ എന്ത് ചെയ്യണം? എസ്സിനെ മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് വിയെയും ടിയെയും ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുക. അതായത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആൻസർ വരുന്നത് 36 × 60 എന്നുള്ളതാണ്. 36 × 60. അപ്പോൾ എത്ര വരും ആൻസർ? ഓക്കെ, ഇതല്ലേ ആൻസർ വരിക. ഓക്കെ, 2160 മീറ്റർ എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടുത്തെ സ്ഥാനാന്തരം കിട്ടുന്നത്. ക്ലിയർ അല്ലേ? 2160. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ഏരിയയിലോട്ട് വരാം. അടുത്ത ഏരിയ എന്ന് പറയുന്നത് സമപ്രവേഗവും അസമപ്രവേഗവും എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഈ ചിത്രത്തിൽ 2 കാറുകൾ തന്നിട്ടുണ്ട്. ഒരു യെല്ലോ കാറും ബ്ലൂ കാറും. യെല്ലോ കാർ പോകുന്നത് കണ്ടോ? 0 സെക്കൻഡിൽ 0 മീറ്റർ, 1 സെക്കൻഡിൽ 10 മീറ്റർ, 2 സെക്കൻഡിൽ 20 മീറ്റർ, 3 സെക്കൻഡിൽ 30 മീറ്റർ. അങ്ങനെ അതൊരു യൂണിഫോം ആയിട്ടാണ് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് യൂണിഫോമാണ്. ഇനി നമുക്ക് ബ്ലൂ കാറിൻ്റെ ഒരു സെക്ഷനിലേക്ക് വരാം. ബ്ലൂ കാറാണെങ്കിൽ 0 മീറ്റർ ഇൻ 0 സെക്കൻഡ്, 1 സെക്കൻഡിൽ 10 മീറ്റർ, 2 സെക്കൻഡിൽ 30 മീറ്റർ, 3 സെക്കൻഡിൽ 40 മീറ്റർ. ആ രീതിയിലാണ് അത് പോകുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ പ്രവേഗം എല്ലായ്പ്പോഴും തുല്യമാണോ? അല്ല. പക്ഷേ എയുടെ കേസിൽ എങ്ങനെയാണ്? എയുടെ പ്രവേഗം എല്ലായ്പ്പോഴും തുല്യമാണ് ആണല്ലോ. കാർ എയുടെ പ്രവേഗം എല്ലായ്പ്പോഴും തുല്യമായിട്ടാണ് നമുക്ക് ചിത്രത്തിൽ കാണുന്നത്. ബി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. ഇവിടെ ഈ കാർ ഒരു സർക്കുലർ മോഷനിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കരുതുക. ഒരു വർത്തുള പാതയിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ദിശ എല്ലായ്പ്പോഴും മാറിക്കൊണ്ടേയിരിക്കും.
സർക്കുലർ മോഷനിൽ സഞ്ചരിക്കുമ്പോൾ ദിശ എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരു വസ്തുവിൻ്റെ ചലന ദിശ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ്. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ്. ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു യൂണിഫോം വെലോസിറ്റിയുടെ. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇതിന് പറയാൻ പറ്റും. ഇതിൽ ഏതാണ് യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന കാറ്? ഏതാണ്? എ എന്ന മഞ്ഞ കാറാണ് അല്ലേ. സെയിം ടൈം ഇൻ്റർവെല്ലിൽ സെയിം ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്തിട്ടുള്ളത്. യൂണിഫോം ആയിട്ടാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആണല്ലോ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് സമപ്രവേഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയെക്കുറിച്ചാണ്. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇനി നോക്കിയേ, വേഗം, ദിശ എന്നിവ മാറിയാൽ പ്രവേഗം മാറും. ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാലും പ്രവേഗത്തിന് മാറ്റം ഉണ്ടാവും. അങ്ങനെ മാറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? അസമപ്രവേഗം എന്ന് പറയുന്നത്. അസമപ്രവേഗം എന്നാണ് അതിന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സമപ്രവേഗം എന്താണ്, അസമപ്രവേഗം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ക്ലിയർ ആയി. ഇനി അടുത്തൊരു ഭാഗം ത്വരണം. ത്വരണത്തെക്കുറിച്ചാണ്. ആക്സിലറേഷൻ. ഓക്കെ, ആക്സിലറേഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ആ ഇക്വേഷനൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതിൻ്റെ എക്സ്പെരിമെൻ്റ് ഒന്നും നോക്കുന്നില്ല. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തുണ്ടായ പ്രവേഗമാറ്റത്തിൻ്റെ അളവിനെയാണ് എന്ന് പറയുന്നത് ത്വരണം. അതല്ലാന്നുണ്ടെങ്കിൽ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് ത്വരണം എന്ന് പറയുന്നത്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് ത്വരണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം സ്ഥാനാന്തരം പഠിച്ചു ആണല്ലോ. സ്ഥാനാന്തരം പഠിച്ചു. അത് കഴിഞ്ഞ് പ്രവേഗം പഠിച്ചു. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. സ്ഥാനാന്തരത്തിൻ്റെ മാറ്റം അല്ലെങ്കിൽ ഒരു സെക്കൻഡിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തിനെയാണ് പ്രവേഗം എന്ന് പറയുന്നത്. ആണല്ലോ. ഇനി പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് എന്ത് പറയുന്നത്? ത്വരണം. ഓർത്ത് വയ്ക്കുക, സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം എന്നിവയെല്ലാം സദിശ അളവുകളാണ്. ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തുണ്ടായ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് അല്ലെങ്കിൽ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ത്വരണം കാണുന്നത്. എങ്ങനെയാണ്? പ്രവേഗമാറ്റം ബൈ സമയം എന്നുള്ളതാണ്. പ്രവേഗമാറ്റം എന്ന് പറയുമ്പോൾ രണ്ട് പ്രവേഗം അവിടെ വന്നല്ലോ അല്ലേ. പ്രവേഗമാറ്റം വരണമെങ്കിൽ രണ്ട് പ്രവേഗങ്ങൾ വരണം. അവ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ആദ്യ പ്രവേഗവും വേണം, അന്ത്യപ്രവേഗവും വേണം. ഓക്കെ, ആദ്യ പ്രവേഗവും വേണം, അന്ത്യപ്രവേഗവും വേണം. ഓക്കെ, ആദ്യ പ്രവേഗത്തെ നമ്മൾ യു എന്ന അക്ഷരം കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അന്ത്യപ്രവേഗത്തെ വി എന്ന അക്ഷരം കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതാണിവിടെ പ്രവേഗമാറ്റം എന്ന് കാണിച്ചിരിക്കുന്നത്. അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടൈം ചെയ്യുമ്പോഴാണ് ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ കിട്ടുന്നത്. ആദ്യ പ്രവേഗത്തെയാണ് യു എന്ന അക്ഷരം കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആൽഫബറ്റ്സ് A to Z എഴുതുമ്പോഴേ യു കഴിഞ്ഞിട്ടല്ലേ വി എഴുതുള്ളൂ. അപ്പോൾ ആദ്യം എഴുതുന്നത് ഏതാണ്? യു ആണ്. അങ്ങനെ ആലോചിച്ച് വെക്കുക. യു ആണ് ആദ്യ പ്രവേഗം, അന്ത്യപ്രവേഗം വി യു ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ പ്രവേഗമാറ്റം ഡിവൈഡഡ് ബൈ സമയം. അപ്പോൾ ത്വരണം എന്താണ്? ഒരു സദിശ അളവാണ്, നമ്മൾ പറഞ്ഞല്ലോ. ഇനി അടുത്തൊരു ഭാഗം ത്വരണത്തിൻ്റെ യൂണിറ്റ്. പ്രവേഗമാറ്റത്തിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു. എന്താണ് പ്രവേഗമാറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? മീറ്റർ അല്ലേ. മീറ്റർ പെർ സെക്കൻഡ് ആണ്. സമയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഫൈനലായിട്ട് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ത്വരണത്തിൻ്റെ യൂണിറ്റ് കണ്ട മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്, നോക്കാം. 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ നേർരേഖാപാതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിന് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം നൽകുന്നു. 2 സെക്കൻഡിന് ശേഷം കാറിൻ്റെ പ്രവേഗം കണക്കാക്കുക. അപ്പോൾ ആദ്യ പ്രവേഗം നമുക്കവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ നേർരേഖാപാതയിൽ സഞ്ചരിക്കുന്ന കാറാണ് ആണല്ലോ. അതിന് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണമാണ്. അപ്പോൾ ത്വരണം 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആദ്യ പ്രവേഗമാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? കാറിൻ്റെ പ്രവേഗം, അതായത് അന്ത്യപ്രവേഗമാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, വി ആണ് നമുക്ക് കാണേണ്ടത്. ഇനി അന്ത്യപ്രവേഗം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉണ്ട്. A = v-u/t എന്നൊരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്നാം ചലന സമവാക്യം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് A = v-u/t എന്ന ഇക്വേഷനാണ്. v = u + at പഠിച്ചു അല്ലേ. അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തതാണ് ആക്സിലറേഷന് വേണ്ടിയിട്ട് A = v-u/t എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ അതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഇതിൽ എന്താ നമുക്ക് കാണണ്ടേ? വി ആണ് കാണണ്ടേ അല്ലേ. അപ്പോൾ എനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. AT = V - U എന്ന് വരും അല്ലേ. അപ്പോൾ V = 80യുടെ അടുത്തോട്ട് യുവിനെ കൊണ്ടുവന്നാലോ U+80. അപ്പോൾ V = U+80 എന്ന ഇക്വേഷനിലേക്ക് എത്തി. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടേ. സംശയം കൂടുതലുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണണം. ഇവിടെ ഈ ഭാഗത്ത് എന്തെങ്കിലും സംശയം വന്നാൽ ആ ഒരു ചാപ്റ്റർ ഒന്നും കൂടി നോക്കിയാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് പ്രോബ്ലംസ് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ U സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 20 m/s എന്നുള്ളതാണ് നമുക്ക് ഇക്വേഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്ത്യപ്രവേഗം കണക്കാക്കാനൊരു ഇക്വേഷനോടെ പഠിക്കുകയാണ്. V = U+AT. ഈ അന്ത്യപ്രവേഗം കണക്കാക്കാനുള്ള ഈ സമവാക്യം തന്നെയാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ചോദ്യം ഉണ്ടാവും, നോക്കാം. 4 m/s പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 28 m/s ആയി മാറിയെങ്കിൽ ത്വരണം കണക്കാക്കണം. A ആണ് കാണേണ്ടത്, ത്വരണം ആക്സലറേഷനാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യ പ്രവേഗവും തന്നിട്ടുണ്ട്, അന്ത്യപ്രവേഗവും തന്നിട്ടുണ്ട്. ആദ്യ പ്രവേഗം U, അന്ത്യപ്രവേഗം V. കാണേണ്ടത് എന്താണ്? ത്വരണമാണ്, ആക്സലറേഷനാണ് കാണേണ്ടത്. ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? A = V - U/T ആണ് അല്ലേ. V - U/T. V എത്രയാണ് നമുക്കറിയാം, 28 ആണ്. 28. U എത്രയാ? 4 ആണ്. ടൈമോ 4 സെക്കൻഡ് ആണ്. അപ്പോൾ 28 - 4, 24/4 ചെയ്യണം അല്ലേ. 24/4 ചെയ്യുമ്പോൾ എത്ര വരും? 24/4. ഓക്കെ, 6 വരുമല്ലോ. ആൻസർ എന്താ വരിക? 6. യൂണിറ്റ് എന്താ? m/s² ആണ്. m/s². ക്ലിയർ ആയില്ലേ? നമുക്ക് തന്നിട്ടുണ്ട്. ചിത്രം നിരീക്ഷിക്കൂ. ഒരു മോട്ടോർ ബൈക്കിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 0 സെക്കൻഡിൽ 20 m/s ആണ്. 10 സെക്കൻഡിലാണെങ്കിൽ 15 m/s ആണ്. 15 സെക്കൻഡിലാണെങ്കിൽ 10 m/s ആണ്. 20 സെക്കൻഡിലാണെങ്കിൽ 5 m/s. 40 സെക്കൻഡിലേക്ക് വരുമ്പോൾ 0 m/s. അതായത് അതിൻ്റെ അന്ത്യപ്രവേഗവും ആദ്യ പ്രവേഗവും നമുക്ക് ഇവിടെ P മുതൽ Q വരെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് നോക്കാം. അതായത് പ്രവേഗ മാറ്റം കുറഞ്ഞാണ് പ്രവേഗ മാറ്റം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 20 നിന്ന് 0യിലേക്കാണ് എത്തിയത് അല്ലേ. അപ്പോൾ നോക്കിക്കോ, ആദ്യത്തെ കേസിൽ P മുതൽ Q വരെ എത്തിയപ്പോഴേക്ക് ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 20 ആണ് അല്ലേ. ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവും 20 ആണ്. അന്ത്യപ്രവേഗം അല്ലെങ്കിൽ V എന്ന് പറയുന്നത് 15 ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ പ്രവേഗ മാറ്റം എന്ന് പറയുമ്പോൾ V - U ആണ്. -5 ആണ് വന്നിട്ടുള്ളത്. -5. പ്രവേഗ മാറ്റത്തിൻ്റെ അടുത്തിട്ടുള്ള സമയം എത്രയാണ്? സമയം എന്ന് പറയുന്നത് 0 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ. അപ്പോൾ 10 സെക്കൻഡ് അല്ലേ നമുക്കിവിടെ വരുന്നത്? ആണ്. അപ്പോൾ ഇനി പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്ക് അല്ലെ ത്വരണം കാണാൻ വേണ്ടിയിട്ട് A = V - U/T. നമുക്ക് V - Uയുടെ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്, -5. -5/10 കിട്ടിയപ്പോൾ -0.5 എന്നുള്ളതാണ് നമുക്ക് ആക്സലറേഷൻ കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മൈനസ് വരാനുള്ള കാരണം? ഇവിടുത്തെ വിയുടെ വാല്യൂ കുറവും, അതായത് അന്ത്യപ്രവേഗം കുറവും ആദ്യ പ്രവേഗം കൂടുതലും ആയതുകൊണ്ടാണ് ഇവിടെ -5 വന്നിട്ടുള്ളത്. -5/ടൈം ചെയ്യുമ്പോഴാണ് -0.5 എന്നുള്ളത് ആൻസറായിട്ട് വന്നത്. അപ്പോൾ എന്താണ് കാര്യം? പ്രവേഗം കുറഞ്ഞു വരുന്നതിൻ്റെ നിരക്കിനെയാണ് നെഗറ്റീവ് ത്വരണം എന്ന് പറയുന്നത്. പ്രവേഗം കുറഞ്ഞു വരുന്നതിൻ്റെ നിരക്കിനെയാണ് നെഗറ്റീവ് ത്വരണം എന്ന് പറയുന്നത്. നെഗറ്റീവ് ത്വരണത്തിനെ മറ്റൊരു പേരിൽ അറിയപ്പെടും മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. ഓക്കെ, അത് നെഗറ്റീവ് ത്വരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റ് എന്താണ്? m/s² തന്നെയാണ് മന്ദീകരണത്തിൻ്റെയും യൂണിറ്റ്. നമുക്ക് എക്സാമിന് ചോദിക്കാം, മന്ദീകരണത്തിൻ്റെ യൂണിറ്റ് എന്താണ്? m/s² ആണ്. അപ്പോൾ നെഗറ്റീവ് ആക്സലറേഷൻ ആണ് ഈ മന്ദീകരണം എന്ന് അറിയാത്ത ഒരാൾക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കില്ല. ത്വരണത്തിൻ്റെ യൂണിറ്റ് തന്നെയാണ് മന്ദീകരണത്തിൻ്റെയും യൂണിറ്റ്. ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ മന്ദീകരണം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നെഗറ്റീവായിട്ടാണ് നമ്മൾ ആക്സലറേഷൻ എടുക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തത് സമത്വരണം എന്താണ്, അസമത്വരണം എന്താണെന്നുള്ളത് നോക്കാം. ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ അത് സമത്വരണത്തിലാണ്. ഓക്കെ, ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ അത് സമത്വരണം അല്ലെങ്കിൽ യൂണിഫോം ആക്സലറേഷൻ. എന്നാൽ ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായിരിക്കുകയാണെങ്കിൽ അത് അസമത്വരണത്തിലുമാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞേ? ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമാണെങ്കിൽ സമം, തുല്യ ഇടവേളകളിൽ തുല്യമാണ് ത്വരണമെങ്കിൽ സമത്വരണം. ഇനി അങ്ങനെ അല്ല, അത് അസമത്വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയായി വരിക. ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് അസമത്വരണത്തിലാണെന്ന് നമുക്ക് പറയാം, നോൺ യൂണിഫോം ആക്സലറേഷൻ. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, ഇതെല്ലാം എന്താണ്? സദിശ അളവുകളാണ്. അങ്ങനെയാണെങ്കിൽ അദിശ അളവുകൾ ഏതൊക്കെയാണ്? ദൂരം, വേഗം, ഇതൊക്കെ എന്താണ്? അതൊക്കെ അദിശ അളവുകളുമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്?
അമിത വേഗം അപകടങ്ങൾക്ക് കാരണമാകുന്നു. അപകടങ്ങൾ കുറയ്ക്കാൻ നാം റോഡ് നിയമങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. വാഹനങ്ങളുടെ അമിത വേഗം മാത്രമാണോ അപകടങ്ങൾക്ക് കാരണം? അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നേക്കാണ്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് സൈനുകളും റോഡ് മാർക്കിങ്ങുകളും നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും റോഡ് സൈനുകളെ 3ആയിട്ട് തരംതിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? റോഡ് അരികിൽ സ്ഥാപിച്ചിട്ടുള്ള സൈൻ ബോർഡുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കുട്ടികളോട് ചോദിക്കുകയാണേ. അവയിൽ ചിലത് വൃത്താകൃതിയിലും ചിലത് ത്രികോണാകൃതിയിലും ചിലത് ചതുരാകൃതിയിലുമാണ് കാണുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ നോക്കിക്കേ. അതായത് മണ്ടേറ്ററി സൈനുകളാണ് എന്ത് ചെയ്യുന്നത്? സർക്കിളായിട്ട് കാണുന്നത് കേട്ടോ. മണ്ടേറ്ററി നിർബന്ധമായി നമ്മൾ പാലിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളാണ് ഈ സർക്കിൾ ഷേപ്പിൽ കാണുന്നത്. ഇനി അതുപോലെ കോഷണറി സൈൻസ് എന്ന് വെച്ചാൽ ജാഗ്രതാ സൂചക ചിഹ്നങ്ങളെയാണ് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്നത്. ഇനി ഇൻഫോർമേറ്ററി സൈനുകളുണ്ട്, അതാണ് ഈ ചതുര ഷേപ്പിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ 3 തരത്തിലാണ് റോഡ് സൈനുകളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മണ്ടേറ്ററി സൈൻസ് ഉണ്ട്, കോഷണറി സൈൻസ് ഉണ്ട്, അതുപോലെ ഇൻഫോർമേറ്ററി സൈനുകളും ഉണ്ട്. ഓർത്ത് വെക്കുക, മണ്ടേറ്ററി ആയിട്ട് നമ്മൾ പാലിക്കേണ്ടതാണ് സർക്കിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ട്രയാങ്കിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കോഷണറിയാണ്, ജാഗ്രതാ സൂചകമാണ്. അതുപോലെ ഇൻഫോർമേറ്ററി അല്ലെങ്കിൽ അടിസ്ഥാന വിവര സൂചകങ്ങളെയാണ് റെക്ടാങ്കിൾ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. മണ്ടേറ്ററി സൈനുകൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കണ്ടോ? നോ പാർക്കിങ്ങിൻ്റെ, അതുപോലെ സൈക്കിൾ യാത്ര നിരോധിച്ചിരിക്കുന്നു, ഹോൺ നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ കാണിച്ചിരിക്കുന്ന സൈൻസൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഇനി കോഷണറി സൈൻസ് കണ്ടോ? ഹമ്പ്, ഇടുങ്ങിയ പാലം, സ്കൂൾ സമീപം ഉണ്ടെന്നൊക്കെ കാണിക്കുന്ന ട്രയാങ്കുലറിലുള്ള ആ ഒരു സൈനുകളാണ് കോഷണറി സൈനുകൾ. ഓക്കെ, ഇനി ഇൻഫോർമേറ്ററി സൈനുകൾ കണ്ടിട്ടുണ്ടല്ലോ. പെട്രോൾ പമ്പ് അടുത്തുണ്ടെന്നും പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സൈൻ ബോർഡുകൾ, ഇൻഫോർമേറ്ററി സൈനുകൾ. ഇനി നമുക്ക് മുകളിൽ സൂചിപ്പിച്ച സൈനുകൾക്ക് പുറമെ ഓരോ വിഭാഗത്തിലുമുള്ള കൂടുതൽ ചിഹ്നങ്ങൾ ശേഖരിക്കാനൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു ഹെഡിങ് റോഡ് മാർക്കിംഗ് ആണ്. റോഡ് മാർക്കിംഗ് നോക്കി, ഇങ്ങനത്തെയൊക്കെ മാർക്കിംഗ് നിങ്ങൾ റോഡിൽ കണ്ടിട്ടുണ്ടല്ലോ, സീബ്ര ക്രോസിംഗ് ഒക്കെ. ഇനി അടുത്തത് വാഹനങ്ങൾക്ക് മുറിച്ച് കടക്കാൻ പാടില്ലാത്തതാണ് ഈ യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഇനി വാഹനങ്ങൾ നിയന്ത്രിതമായി മുറിച്ച് കടക്കാൻ കഴിയുന്ന മറ്റൊരു സിഗ്നൽ നമുക്കിവിടെ കാണാം. മങ്ങിയ വെളിച്ചത്തിൽ കടുനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് റോഡരികിലൂടെ നടന്നു പോകുന്നവരെയും റോഡ് മുറിച്ച് കടക്കുന്നവരെയും മറ്റും ഡ്രൈവർമാർക്ക് കാണാൻ കഴിയാതെ വരാം. അത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ളതൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ ഈ സമയങ്ങളിൽ ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത്. ഇനി ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷനെ കുറിച്ചൊക്കെ തന്നിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് എങ്ങനെയാണ് ഗ്രാഫ് ഉപയോഗിച്ച് ഒരു ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ച് ഗ്രാഫ് വരയ്ക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഇനി അടുത്തത് സ്ഥാന സമയ ഗ്രാഫ് തന്നിട്ടുണ്ട്. സ്ഥാന സമയ ഗ്രാഫ് ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സ്ഥാന സമയ ഗ്രാഫ്, പ്രവേഗ സമയ ഗ്രാഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതായത് എക്സ് ആക്സിസിൽ ഇവിടെ എന്താണ് എടുത്തിട്ടുള്ളത്? സമയവും. വൈ ആക്സിസിലേക്ക് വരുമ്പോൾ സ്ഥാനവുമാണ് എടുത്തിട്ടുള്ളത്. നോക്കിയ സമയം 2, 4, 6, 8, 10 എന്ന രീതിയിൽ സെക്കൻഡിലാണ്. അതുപോലെ വൈ ആക്സിസിലാണെങ്കിൽ സ്ഥാനം മീറ്ററിൽ 1, 2, 3, 4, 5 എന്നതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അത് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ കിട്ടിയിട്ടുള്ള ഗ്രാഫിൻ്റെ സ്വഭാവം എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് 8 സെക്കൻഡിൽ ആ ഒരു ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതായത് ആ വസ്തുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്ര വരും? 40 ആണ് അല്ലേ? 40 മീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയുന്നത് ഒരു ഇക്വേഷൻ തന്നിട്ടുള്ളത് നോക്കിയാൽ പ്രവേഗം = സ്ഥാനാന്തരം ബൈ സമയം. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഉപയോഗിച്ചിട്ട് പ്രവേഗം കണ്ടുപിടിക്കാനൊക്കെയാണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റി. ഓക്കെ, തന്നിട്ടുള്ള പോയിന്റ് ഇങ്ങനെ: തന്നിരിക്കുന്ന അളവുകളെ ഗ്രാഫ് പേപ്പറിൽ ഒതുങ്ങുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ട് ഉള്ള തോതുകൾ എടുക്കണം. അതായത് തോത് കൂട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഗ്രാഫിൻ്റെ വലിപ്പം കുറഞ്ഞു വരും. പക്ഷേ അതിലെ വാല്യൂസിനൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാവുകയില്ല എന്നുള്ളത് കുട്ടികൾക്കൊരു പോയിന്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കിവിടെ മറ്റൊരു പോയിന്റ് വന്നിട്ടുള്ളത് ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തിൻ്റെ അളവ് ആ ഇടവേളയിലെ ഗ്രാഫിനടുത്തുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ നോക്കിക്കേ, ബി മുതൽ സി വരെ, അതായത് ഈ 4 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയുള്ള സമയം കൊണ്ട് ഈ വസ്തു സഞ്ചരിച്ച വസ്തുവിനുണ്ടായിട്ടുള്ള പ്രവേഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? AB × AD അല്ലെങ്കിൽ ഈ ഒരു ജോമെട്രിക്കൽ ഷേപ്പിൻ്റെ പരപ്പളവ് കണ്ടാൽ മതി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പഠിച്ചതാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒന്നും വരുന്നില്ല. പോയിന്റ് ഇതാണ്: ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാവുന്ന സ്ഥാനാന്തരത്തിൻ്റെ അളവ് ആ സമയ ഇടവേളയിലെ ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും എന്നുള്ളതാണ്.
ഓക്കെ, അടുത്ത ഭാഗം ചലന സമവാക്യങ്ങളെക്കുറിച്ചാണ് തന്നിട്ടുള്ളത്. ചലന സമവാക്യം പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെടുത്തിയല്ലോ നിങ്ങൾക്ക് ഈ കുറച്ച് ടേംസ്, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് നമ്മൾ ആദ്യം പഠിക്കണം അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചു. ആദ്യ പ്രവേഗം യു ആണ്, അന്ത്യപ്രവേഗം വി ആണ്, ത്വരണം എ ആണ്, സ്ഥാനാന്തരം എസ് ആണ്, പ്രവേഗമാറ്റത്തിനെടുത്ത സമയം ടി ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ എന്താണ്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നത്. അത് ഒന്നാം ചലന സമവാക്യമാണ്. ഇനി രണ്ടാം ചലന സമവാക്യമാണ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. രണ്ടാമത്തെ ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ചലന സമവാക്യമാണ്. ഒന്നാമത്തെ എന്തായിരുന്നു? വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. ഇനി സ്ഥാനാന്തരവും സമയവും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു സമവാക്യം ഉപയോഗിക്കാം. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി അതുകൂടാതെ മൂന്നാമത്തെ ന്യൂട്ടൻ്റെ മൂന്നാം ചലനവാക്യമാണ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന 3 ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കുക. അറിയാത്തവർ അത് എഴുതി പഠിക്കുക, പല ആവർത്തി പറഞ്ഞും പഠിക്കുക. ഓക്കെ, ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ആയാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിലേക്ക് വരാം. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെ പ്രവേഗം. നിശ്ചലാവസ്ഥ എന്ന് പറയുമ്പോൾ അതെന്താണ്? അതിൻ്റെ ആദ്യ പ്രവേഗത്തിലാണ്. ആദ്യ പ്രവേഗം യു ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, എഴുതി നോക്കാം. യു ഈക്വൽ ടു 0. ഒരു സെക്കൻഡ്. യു ഈക്വൽ ടു 0 ആണ്. ഓക്കെ, പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെ പ്രവേഗം 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡും 6 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡുമായി. അതായത് ഇവിടെ 20 മീറ്റർ പെർ സെക്കൻഡ് എത്ര സമയം കൊണ്ടാണ്? 2 സെക്കൻഡ് കൊണ്ട്. ഇവിടെ 40 മീറ്റർ പെർ സെക്കൻഡ്, 40 മീറ്റർ പെർ സെക്കൻഡ് എത്ര സമയം കൊണ്ടാണ്? 6 സെക്കൻഡ് കൊണ്ട്. നമുക്ക് കാണേണ്ടത് ഈ ഒരു സമയ ഇടവേളകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള സ്ഥാനാന്തരമാണ്. അങ്ങനെ വരുമ്പോഴാണ് യുവിനെ നമ്മൾ എന്താക്കി എടുക്കുന്നത്? യു 20 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ ആയോ? ഇവിടെ യു 0 അല്ല. കാരണം എന്താണ്? നിശ്ചിതാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട വസ്തു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് യു 0 തന്നെയാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? 20ക്കും 40ക്കും ഇടയിലുള്ള സമയ ഇടവേളകളിൽ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരമാണ്. അതുകൊണ്ടാണ് യു നമ്മൾ 20 ആയിട്ട് കൺസിഡർ ചെയ്തത്. ക്ലിയർ ആയോ? പിന്നെ അന്ത്യപ്രവേഗം 40 ആണ്. ടൈം നമുക്കറിയാം എത്രയാ? ഈ 2 സമയ ഇടവേളകൾക്കിടയിലാണ്. ഇവിടെ 6 സെക്കൻഡ്, ഇവിടെ 2 സെക്കൻഡ്. അപ്പോൾ സമയം എത്രയായി? തമ്മിൽ മൈനസ് ചെയ്യുക, 4 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? വി മൈനസ് യു ബൈ ടി. വി എത്രയാണ്? 40 ആണ്. 40 മീറ്റർ പെർ സെക്കൻഡാണ്. യു എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡാണ്. സമയം 4 സെക്കൻഡാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ത്വരണം കിട്ടുന്നത്. ഇനി എന്താ നമുക്ക് കാണണ്ടേ? ചോദ്യത്തിൽ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? സ്ഥാനാന്തരം അല്ലേ? ഓക്കെ, അപ്പോൾ സ്ഥാനാന്തരം കാണാൻ വേണ്ടിയിട്ട് ത്വരണം അവിടെ ആവശ്യമാണല്ലോ. ത്വരണം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ഥാനാന്തരം കാണാം. എല്ലാ വാല്യൂസും ഇപ്പോൾ നമുക്ക് ആയല്ലോ. അപ്പോൾ യു ഇടുക, ടിയുടെ വാല്യൂ കൊടുക്കുക, ഹാഫ് അങ്ങനെ തന്നെ കൊടുക്കുന്നു. എയുടെ വാല്യൂ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ടിയുടെ വാല്യൂ 4 സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120 മീറ്റർ എന്ന് കിട്ടും. ക്ലിയറായി. ഇനി കാറിൻ്റെ ത്വരണം 10 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 12 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നുവെങ്കിൽ കാറിൻ്റെ ത്വരണം കണക്കാക്കുക. ഓക്കെ, ത്വരണം കണക്കാക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? എ ആണ് കാണണ്ടേ. എ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താ? വി മൈനസ് യു ബൈ ടി അല്ലേ. വി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 16 ആണ്. യു 6 തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ നമുക്ക് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ സ്ഥാനാന്തരം കാണാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാന്തരം കാണാൻ ഓൾറെഡി നമ്മൾ ആക്സലേഷൻ കണ്ടു അല്ലേ, എ കണ്ടു. ഇനി എസ് എന്നുള്ള എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷനിലേക്ക് നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇനി വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ഇതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ചെയ്ത് വരുമ്പോൾ ആൻസർ 110 മീറ്റർ എന്ന് കിട്ടും. ഇതിലൊന്നും സംശയമില്ലല്ലോ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ഒരു ഓൾഡ് SCERT 9th സ്റ്റാൻഡേർഡിൽ ചലന സമവാക്യം എന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അത് നോക്കാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 90 km/h എന്നാണ് തന്നിട്ടുള്ളത്. പെട്ടില്ലേ? 90 km/h. അത് എന്തിൽ വേണം? നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ വേണം. നമ്മൾ എന്തറിഞ്ഞിരിക്കണം? km/h എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാമെന്ന് അറിയണം. ഇപ്പോൾ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഈ 1000/3600 പഠിക്കണ്ട. കാരണം അത് ചിന്തി ചെയ്യുമ്പോൾ നമുക്ക് വലിയ വലിയ വാല്യൂസ് ഒക്കെ വരും. പിന്നെ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പിന്നെയും പോകണം. അപ്പോൾ അതുകൊണ്ട് km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 90 × 5/18 ചെയ്യുന്നു. ഓക്കെ, 90 × 5/18 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വി 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വി കിട്ടും.
ഓക്കെ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് u=0 ആണ്. v നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ തന്നു, അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. എങ്ങനെ? 90 × 5/18 ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 5 വന്നു. 5 × 5 25 മീറ്റർ പെർ സെക്കൻഡ്. ടൈം 10 മിനിറ്റ്സ് ആണ്. 10 മിനിറ്റ്സിന് നമ്മൾ എന്ത് ചെയ്തു? 60 കൊണ്ട്. 1 മിനിറ്റ് 60 സെക്കൻഡ് ആണ്. അപ്പോൾ 10 × 60 എത്ര കിട്ടി? 600 സെക്കൻഡ് എന്ന് കിട്ടി. ഇത് നമുക്ക് വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, ത്വരണം കാണാൻ വേണ്ടിയിട്ട്. ത്വരണം കാണാൻ വേണ്ടി b - u/t ആണ്. അപ്പോൾ 25 - 0/600 സോൾവ് ചെയ്യുമ്പോൾ 1/24 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. നിശ്ചലാവസ്ഥയിൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സമത്വരണത്തോടെ പതിക്കുന്ന വസ്തു തറയിൽ തൊടുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വസ്തു എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്? നിശ്ചലാവസ്ഥയിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തേ? യു എന്തായി? 0 ആയി. ഇനി ആക്സിലറേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സമത്വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അതിൻ്റെ തറയിൽ തൊടുന്നതിന് തൊട്ട് മുൻപുള്ള പ്രവേഗം എന്ന് പറയുമ്പോൾ അന്ത്യപ്രവേഗം എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താ നമുക്ക് കാണണ്ടേ? അതിന് എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെട്ടതെന്നാണ് കാണേണ്ടത്. എന്നാണ് പുറപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എസിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഏത് ഇക്വേഷനിൽ കൊടുക്കാം? നമുക്ക് ടി ഇല്ലാത്തൊരു ഇക്വേഷൻ ഉള്ളത് v² = u² + 2as എന്നാണ്. അപ്പോൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ടി ഇല്ലാതെ തന്നെ നമുക്കിവിടെ എസിൻ്റെ വാല്യൂ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ v² എന്ന് പറയുമ്പോൾ 20² ആണ്. 20² = 0² + 2as. എയുടെ വാല്യൂ 10 ആണ്. എസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം ആണല്ലോ. എസിനെ ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് 400/20 ചെയ്യാം. 400/20 0 യും 0 യും ക്യാൻസൽ ആയിപ്പോയി. 40/2 20 മീറ്റർ. അപ്പോൾ എസിൻ്റെ വാല്യൂ എന്ത് വന്നു? s = 20 മീറ്റർ എന്ന് വന്നു. ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയല്ലോ ഈ ചാപ്റ്റർ? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ 9th സ്റ്റാൻഡേർഡിലെ ഓൾഡ് SCERTയിൽ ചലന സമവാക്യങ്ങൾ എന്ന ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ചാപ്റ്റർ കൂടി കാണും. ഓക്കെ, ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. നമ്മൾ കാണുമ്പം വലിയ വലിയ പ്രോബ്ലംസ് ആണെന്നൊക്കെ വിചാരിക്കും. അതൊന്നുമില്ല, ചെറിയ പ്രോബ്ലംസ്. 3 ഇക്വേഷൻസ് മാത്രമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചാപ്റ്റർ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ, പറയാം നമുക്ക്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക. ASMൻ്റെ സെക്കൻഡ് ഫേസ് എക്സാം കൂടി കഴിഞ്ഞതിന് ശേഷം ഫിസിക്സിൻ്റെ ടോപ്പിക്സ് നമ്മൾ റിവിഷൻ ആരംഭിക്കും. SCERT ഓൾഡ് ആൻഡ് ന്യൂ നമ്മൾ റിവിഷൻ ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ടെലഗ്രാം ചാനലിലായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ എക്സാമോ പോളുകളോ ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യും. അതെല്ലാം ടെലഗ്രാം ചാനലിൽ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് എക്സാം വോയേജ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ചാനൽ അവൈലബിൾ ആയിരിക്കും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ വീഡിയോ ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടിയൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, അതുകൊണ്ട് ചെയ്ത് വെച്ചേക്കുക. താങ്ക്